അങ്ങനെ 2025 കഴിയാറായി. എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ള പോലെ ഈ വർഷത്തെ ബെസ്റ്റ് മൂവീസ് ആൻഡ് സീരീസ് ഏതൊക്കെ നോക്കാം. സ്ഥിരം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഒരുപാട് ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. സോ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഹൊറർ സിനിമകൾ മാത്രമായിരിക്കും നമ്മൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ബെസ്റ്റ് മൂവീസ് ആൻഡ് ബെസ്റ്റ് സീരീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അതിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യില്ല, അത് ഒഴിവാക്കിയിട്ടുണ്ടാവും. സോ ഈ വർഷം കഴിഞ്ഞ വർഷം 24 അറൗണ്ട് ഒരു 10-20ഓളം നല്ല ഹൊറർ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം അതുപോലെ തന്നെ ഒരു 10-15 നല്ല കുറേ പടങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സിന്നേഴ്സ്. ഒരു ഗംഭീര ഐമാക്സ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു പടം. ഐമാക്സിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പടം കൂടിയായിരുന്നു. റയാൻ കൂഗ്ലർ നമ്മൾ കേട്ട് പതിഞ്ഞിട്ടുള്ള ആ ഒരു വാമ്പിയർ സ്റ്റോറീസ് നമുക്ക് സാച്ചുറേറ്റ് ആയിട്ടുള്ള ഒരു ജോണറായിരുന്നു. അതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്ത് പൊടി തട്ടിയെടുത്ത് ഒന്ന് പുതിയതായിട്ടൊന്ന് പ്രസൻറ്റ് ചെയ്ത നല്ലൊരു പ്രസൻറ്റേഷൻ കണ്ടൊരു പടമായിരുന്നു ഈ ഒരു സിന്നേഴ്സ്. ദെൻ മൈക്കിൾ ബി ജോർഡൻ്റെ ഡുവൽ ക്യാരക്ടേഴ്സ്, നമ്മുടെ സ്മോക്കും സ്റ്റാക്കും അവർ വന്ന് കിഡിലിനായിട്ട് പെർഫോം ചെയ്ത് മൊത്തത്തിൽ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും എല്ലാ ആസ്പെക്റ്റും കൊണ്ട് ഒരു ക്ലാസ് സാധനമായിട്ട് പ്രസൻറ്റ് ചെയ്തൊരു പടമായിരുന്നു. മൈക്കിൾ ബി ജോർഡൻ്റെ ഒരു ട്വിൻ ക്യാരക്ടർ അവരുടെ പഴയ ഒരു ഹോം ടൗണിലേക്ക് പോകുന്നതും അവിടെ വെച്ചൊരു ഇവൻ്റ് ഒരു പാർട്ടി പോലെ നടത്തുന്നതും അവിടേക്ക് ഈ പറയുന്ന കുറച്ച് വാമ്പേഴ്സ് വരുന്നതും തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. സിമ്പിളായിട്ടുള്ള പ്ലോട്ട് ലൈനാണ്, പക്ഷേ ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് തുറക്കും മുതൽ ആ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മളോട് അടുപ്പിച്ച് നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നൽകിയിട്ടുള്ളൊരു പടമായിരുന്നു സിന്നേഴ്സ്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് വാച്ച് ഇൻ ഐമാക്സ് 2. ദെൻ അടുത്തത് വെപ്പൺസ്. ഈ സിനിമയ്ക്ക് ഞാൻ പോകേണ്ടായിരുന്ന മെയിൻ കാരണങ്ങളിലൊന്ന് ഇതിലെ ഡയറക്ടറുടെ പേരാണ്. അയാൾ അതിന് മുമ്പ് ഒരു ഒറ്റ പടം ചെയ്തിട്ടുള്ളൂ, ഐ തിങ്ക് ബാർബേറിയൻ. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനിങ്ങനെ OTTയിൽ കണ്ട പടമാണ്, തിയേറ്ററിൽ കാണാൻ മിസ്സായി. സോ ബാർബേറിയനിൽ എന്താണോ പുതുമ കാണിച്ചത് അതേപോലെ തന്നെ വെപ്പൺസ് എന്ന ഈ പടത്തിലും ഒരു ക്ലാസ് റൂമിൽ ഒരു കുട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഒരു ദിവസം ഒറ്റ രാത്രി വാനിഷ് ആവുന്നു. അവരെവിടെ പോയി CCTV എടുത്ത് നോക്കിയപ്പോൾ അവർ ഇറങ്ങി കണ്ടം വഴി ഓടി എല്ലാം കൂടി. എങ്ങോട്ട് പോയി, എവിടെ പോയി, അവർക്ക് എന്തായി എന്നൊരു പിടുത്തമില്ല. സോ എന്താണ്, എവിടേക്കാണ് ഇവർ പോയത്, എന്താണ് ഈ വെപ്പൺസ് എന്ന് പറഞ്ഞ ഈ ടൈറ്റിൽ എന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നൊരു പടമാണ്. നല്ലൊരു ക്ലാസ് പടമാണെന്ന് പറയാം. നല്ല ഗ്രേറ്റ് എക്സിക്യൂഷൻ ആൻഡ് ഗ്രേറ്റ് ഡിറക്ഷൻ. തിയേറ്ററിൽ ഒരു നല്ല വാച്ച് തന്നെയായിരുന്നു. ആ ഒരു മിസ്റ്ററി ഇങ്ങനെ ത്രൂ ഔട്ട് കൊണ്ടുപോയി നല്ല എൻഗേജിങ് ആയിട്ട് അതിന് പോയിട്ടുള്ള ഒരു ഗംഭീര പടമായിരുന്നു. അടുത്തത് ബ്രിങ് ഹെർ ബാക്ക്. ഇത് നമ്മുടെ ടോക്ക് ടു മീ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പോലെ A24ൻ്റെ അതേ ഡയറക്ടർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പടമാണ്. ആൻഡ് ബ്രിങ് ഹെർ ബാക്കിലും ഈ ടോക്ക് ടു മീയുടെ ഏകദേശം അതേപോലത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈനാണെന്ന് പറയാം. നമ്മൾ അതിലെങ്ങനെയാണ് ഒരു മരിച്ച ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു 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 മരിച്ചൊരു വ്യക്തിയായിട്ട്, അത് പേര് തന്നെ അറിയാലോ ബ്രിങ് ഹെയർ ബാക്ക് എന്ന് പറഞ്ഞാൽ. സ്പോയിലർ ആവും, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കഥയെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. സോ ഒരു വീട്ടിനകത്തുള്ള ഒരു ചെറിയ പ്രിമൈസിൽ 2-3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ഇയറി ആയിട്ടുള്ള ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പടമാണ്. ഇത് ചില പോയിൻ്റൊക്കെ എത്തുമ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. സോ ഫോക്ക് ഹൊറേഴ്സും അറ്റ്മോസ്ഫിയർ ഹൊറേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. അധികം ക്യാരക്ടേഴ്സൊന്നുമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ വെറും 2-3 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അവരെ ചുറ്റിപ്പറ്റി ഒരു വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു ചെറിയ കഥയാണ്, പക്ഷേ ഗംഭീരമായിട്ടുള്ള എക്സിക്യൂഷനാണ്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഫ്രാങ്കൻസ്റ്റൈൻ. ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നത്, ഗുലാർമോ ഡെൽ ടോറോ. ആളുടെ മറ്റൊരു ക്ലാസിക് പടമാണെന്ന് പറയാം. നമ്മൾ കേട്ട് പതിഞ്ഞ് നമുക്ക് മടുത്തൊരു ജോണറാണ്. അറൗണ്ട് ഒരു 10-50ഓളം പടം ഈ ഒരു ഫ്രാങ്കൻസ്റ്റൈനെ ബേസ് ചെയ്ത്, ഈ ഒരു ക്രീച്ചറിനെ ബേസ് ചെയ്ത്, ഇതേ പേരിൽ തന്നെ കുറേ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ക്രീച്ചറിനെ നമ്മൾ കുറേ പടത്തിൽ കണ്ടിട്ടുണ്ട് വേറെ അല്ലാതും. അതുകൊണ്ട് ഒരു 10-50 പടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് വൺ ഫീൽ ഫ്രഷ്. മൂപ്പര ഡയറക്ഷൻ കാരണം, കിഡിലും പെർഫോമൻസ് കാരണം, അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ്ങും വിഷ്വൽ സ്റ്റണ്ണിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളായിരുന്നു. ഇതിൻ്റെ കുറേ ടെറൈൻ ഉണ്ട്. ഒരു ഐസിലൊരു ടെറൈൻ, പിന്നെ ആ ഒരു കാസിൽ അറിയാലോ അവിടെയും അങ്ങനത്തെ സെറ്റ് ഡിസൈൻ ആയിക്കോട്ടെ, ഇതിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലായിക്കോട്ടെ ടോപ്പ് നോച്ചായിട്ട് നിന്നൊരു പടമായിരുന്നു ഫ്രാങ്കൻസ്റ്റൈൻ. ദെൻ നമ്മുടെ ജേക്കബ് എൽറോഡി ഇതിൽ ക്രീച്ചറായിട്ട് വന്ന ക്യാരക്ടർ, ആളുടെയും ദെൻ മിയ ഗോത്തിൻ്റെയും ഓസ്കർ ഐസക്കിൻ്റെ ഒക്കെ കിഡിലും പെർഫോമൻസ് കണ്ടൊരു പടം. സോ ഡെൽ ടോറോയുടെ ഡയറക്ഷനും ഇവരുടെ കിഡിലും പെർഫോമൻസും നല്ല ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാം കൂടി ഉള്ളത് കൊണ്ട് ഫ്രാങ്കൻസ്റ്റൈൻ ഈ വർഷത്തെ ടോപ്പ് മൂവീസിൽ ഒന്നായിട്ട് തന്നെ നിൽക്കും. ഹൊററിൽ മാത്രമല്ല ബെസ്റ്റ് മൂവീസിലും റാങ്ക് ചെയ്യപ്പെടേണ്ട ഒരു പടം തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടുപോകുക. ഇതൊരു നെറ്റ്ഫ്ലിക്സ് റിലീസായിരുന്നു. ഐ തിങ്ക് ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യണമായിരുന്നു എന്ന് മാത്രമാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. ഈ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ വാർണർ ബ്രോസ് അക്യൂർ എന്നൊക്കെ പറയുന്നില്ല, അതിലൊക്കെ മെയിൻ പ്രശ്നങ്ങൾ ഇതാണ്. നമുക്കിപ്പോൾ തിയേറ്റർ വാച്ച് നമ്മൾ മൈൻഡ് സെറ്റ് ആവുന്ന, അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ട് അയ്യടാ ഇത് തിയേറ്ററിൽ കാണണമല്ലോ എന്ന് വിചാരിക്കുന്ന പല പടങ്ങളും OTT റിലീസ് വരുന്നു എന്നത് മാത്രമാണ്. ലിമിറ്റഡ് തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നൊക്കെ കേട്ടു. അത് ഒരു പക്ഷേ ഇവർ വെറുതെ
ഈ ഓസ്കാറിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാണ്ട് അവർക്ക് തിയേറ്ററിൽ ഇത് റിലീസ് ചെയ്യണമെന്നില്ല, OTT കാണണം എന്നാണ് എല്ലാവരും. പക്ഷേ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ കാണണമായിരുന്നു എന്ന് തോന്നിയൊരു പടമായിരുന്നു ഫ്രാങ്കൻസ്റ്റൈൻ. ദെൻ അടുത്തത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. ഈ ഫൈനൽ ഡെസ്റ്റിനേഷൻ സാച്ചുറേറ്റ് ആയി, ഞാൻ ഒരു ജോണറിൽ പുതിയതായിട്ടൊന്നും കാണാനില്ല, കാണിച്ചു തന്നെയായിരിക്കും ഇനി ഇവർ കാണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ബ്ലഡ് ലൈൻസ് വരുന്നത്. ഇതിൻ്റെ അവരെ പ്ലോട്ടിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇത് മറ്റേതൊക്കെ റാൻഡായിട്ട് കുറേ പേരെ കൊല്ലുന്നതാണെങ്കിൽ ഇതിൽ ഒരു ബ്ലഡ് ലൈനിലുള്ള ഒരു പാരമ്പര്യമായിട്ട് ആ ഒരു ബ്ലഡ് ലൈൻ പോകുന്ന ആൾക്കാർ മാത്രം ഹോണ്ട് ചെയ്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഡെത്ത് ഹോണ്ട് ചെയ്ത് പിടിക്കുന്ന എന്ന രീതിയിലാണ് ഇത് കൊണ്ട് പ്ലോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അടുത്തത് ആരായിരിക്കും, അല്ലെങ്കിൽ എവിടെയായിരിക്കും നടക്കാൻ പോകുന്നത്, ആരായിരിക്കും മരിക്കാൻ പോകുന്നതെന്ന് ക്യാരക്ടറിനേക്കാൾ കൂടുതൽ ബാക്കിയുള്ളവർക്ക് അറിയാം. അവർ ബ്ലഡ് ലൈനിലുള്ള ഇപ്പോൾ ഒരു ഫാമിലിയിലുള്ള കുറച്ച് പേരാണ്. സോ അവർ മാത്രമായിരിക്കും മരിക്കാൻ പോകുക എന്നൊരു രീതിയിലാണ് ഇതുകൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അതും പുതുമയായിരുന്നു. ദെൻ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ല രസമായിരുന്നു. ഒരുപാട് നല്ല ഐക്കോണിക് ആയിട്ടുള്ള കുറേ സീക്വൻസുകളുണ്ട്. അവസാനത്തെ എൻഡ് നോട്ടിലുള്ളൊരു സീനും ആദ്യത്തെ സീനും, ദെൻ ഇതിലൊരു ടവറിലുള്ളൊരു വലിയൊരു സീനുണ്ട്, മാസീവായിട്ടുള്ളൊരു സീനൊക്കെ. അങ്ങനത്തെ കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറേ സീക്വൻസുകളെല്ലാം വെച്ച് എല്ലാം പ്രോപ്പറായിട്ട് വർക്കായിട്ടുള്ളൊരു പടമായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ സിനിമ കൊളാവും, വെറുതെ റാൻഡമായിട്ട് വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറക്കുന്നൊരു സാധനം മാത്രമാണെന്ന്. പക്ഷേ നല്ലൊരു ടോപ്പ് നോച്ച് ക്വാളിറ്റിയിലായിരുന്നു സാധനം പുറത്തിറങ്ങിയത്. സോ അതുകൊണ്ട് തന്നെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈനും തീർച്ചയായിട്ടും ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് റാങ്ക് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അടുത്തത് 28 ഇയേഴ്സ് ലേറ്റർ. ഇത് ഈ ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പടമാണ്. 28 ഡേയ്സ് ലേറ്ററും വീക്ക് ലേറ്ററൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയേഴ്സ് ലേറ്റർ എന്ന് പടം പുറത്തിറങ്ങിയത്. ആൻഡ് ഈ സിനിമയിൽ നമ്മൾ ആ ഒരു റേജ് വൈറസ് വന്നു കഴിഞ്ഞാൽ 28 വർഷത്തിന് ശേഷം ഉള്ള ഒരു പുതിയ കാസ്റ്റിനെ വെച്ചിട്ടാണ് നടക്കുന്നത്. സോ പഴയ കാസ്റ്റിൽ റിട്ടേൺ ചെയ്യില്ല. സോ ആ ഒരു ടൈം പീരീഡിൽ അവരെങ്ങനെയായിരിക്കും സർവൈവ് ചെയ്യുന്നതാണ് കാണിച്ചു തരിക. പക്ഷേ ഇത് കൂടുതൽ ഒരു ഡ്രാമ, അല്ലെങ്കിൽ ഒരു ഫാമിലി ഡ്രാമ ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഒരു അച്ഛൻ, അല്ലെങ്കിൽ അച്ഛനല്ല, ഒരു മകൻ അമ്മ ബന്ധം കൂടുതലായിട്ട് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ ഒരു വേൾഡ് ബിൽഡിംഗ് എന്താണ്, ഇപ്പോൾ ആ പ്രിമേഴ്സ് എങ്ങനെയാണ്, ഇപ്പോൾ വേൾഡ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിക്സ് എങ്ങനെയാണ്, അതൊക്കെ കൂടുതലായിട്ട് അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതൊരു 2 പാർട്ട് മൂവി കൂടിയാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് ഇപ്പോൾ അടുത്ത കൊല്ലം വരാതിരിക്കുന്നുണ്ട്. അടുത്ത കൊല്ലം എന്ന് പറയാനില്ല, ഈ അടുത്ത മാസം നമുക്ക് ജനുവരി തുടക്കത്തിൽ തന്നെ, ജനുവരി 17-നോ 10-നോ എന്തൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങും, ബോൺ ടെമ്പിൾ എന്ന് പറഞ്ഞു. ആൻഡ് ഈ പടം ഞാനൊരു ഇറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീമിയർ ഉണ്ടായിരുന്നു, അതായിരുന്നു കണ്ടത്. നല്ലൊരു വാച്ച് തന്നെയായിരുന്നു തിയേറ്ററിൽ. 28 ഇയേഴ്സ് ലേറ്റർ കുറച്ച് സ്ലോ പേസ് ആണ്. മറ്റ് ഇപ്പോൾ സോംബി അറ്റാക്കോ സോംബി വൈറസോ അങ്ങനത്തെ സെറ്റപ്പ് അല്ല, ഇതൊരു റേജ് വൈറസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ജോണറിലും ചെറിയൊരു ട്രീറ്റ്മെൻറ്റിൽ ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. നോർമൽ ടിപ്പിക്കൽ സോംബി പടം അല്ലായിരുന്നു. ദെൻ മറ്റൊന്ന് ഡേഞ്ചറസ് അനിമൽസ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു പടമാണ്, അത്ര വലിയ അത്ര വലിയ പോപ്പുലാരിറ്റി ഉള്ളൊരു പടമൊന്നുമല്ല. ഇതൊരു സർവൈവൽ ത്രില്ലർ എന്ന രീതിയിൽ വേണമെങ്കിൽ ഉൾപ്പെടുത്താം, ഒരു സർവൈവൽ ഹൊറർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സിനിമ ചർച്ച ചെയ്യുന്നത് ഒരു ഷാർക്ക് അറ്റാക്ക് മൂവിയല്ല. ഇത് നമുക്ക് കാണുമ്പോൾ ഇതിൻ്റെ പോസ്റ്ററും പ്രീമിയറും അല്ലെങ്കിൽ മറ്റേ ഇതിൻ്റെ ആ ഒരു ടീസറൊക്കെ കാണുമ്പോൾ ഇതൊരു ഷാർക്ക് അറ്റാക്ക് മൂവിയാണെന്ന് നമുക്ക് തോന്നും. ഇതൊരു ഷാർക്ക് അറ്റാക്ക് പടമല്ല, ഷാർക്ക് ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലറിൻ്റെ പടമാണ്. അപ്പോൾ ഈ സീരിയൽ കില്ലർ, സാധാരണ നമ്മൾ കുറേ ടൈപ്പ് സീരിയൽ കില്ലേഴ്സിനെ കാണാറുണ്ട്. ഈ ചങ്ങായിൻ്റെ പ്രത്യേകത, കടലിൽ നടുക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഷാർക്സിന് മൂപ്പർ ഇട്ട് കൊടുക്കും, ആൾക്കാർ ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് അത് കണ്ട് ആനന്ദപുളകിതനാകുന്ന ഒരു പ്രത്യേകതരം സൈക്കോ. സോ അങ്ങനത്തെ ഒരു സൈക്കോൻ്റെ കയ്യിൽ ഒരു പെൺകുട്ടി പെടുന്നതും ആ ഒരു കുട്ടിക്ക് അവിടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നില്ല എന്ന് കാണിക്കുന്ന ഒരു സർവൈവൽ ത്രില്ലറാണ്. നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്ന ചെറിയൊരു പടമാണ്. പക്ഷെ ത്രൂ ഔട്ട് നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ടായിരുന്നു പടം. ഡേഞ്ചറസ് അനിമൽസ് അതുകൊണ്ട് തന്നെ കാണാൻ പറ്റിയൊരു കിടിലം പടമാണ്. ദെൻ ടുഗദർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇത് ഒരു A24 പടം പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഐ തിങ്ക് A24 പടം തന്നെ ആയിരുന്നു. ഈ സിനിമ ഒരു ബോഡി ഹൊററാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേവ് ഉണ്ട് ഒരു ടൗണിൽ, ഒരു നാട്ടിൽ. സോ ഒരു 2 കപ്പിൾസ് അവിടേക്ക് വരുന്നു. ആ കേവിലുള്ളൊരു വെള്ളം ഇവർ കുടിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങോട്ട് തമ്മി പിന്നെ ഒട്ടാൻ തുടങ്ങും. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ മനുഷ്യനായാലും മൃഗമായാലും തമ്മി കൂട്ടി ചോദിക്കാൻ തുടങ്ങും. അതാണ് ഈ ടുഗദർ. സോ ഓൾറെഡി ഡൈവേഴ്സിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഈ 2 പേര് ഈ കൂട്ടി യോജിക്കലിനിടയിൽ ഇവരെങ്ങനെ റിപ്പല്ലേ, ഇവർ ഒട്ടോ ഇവർ മാറോ, എന്താണ് ഇവർക്ക് നടക്കാൻ പോകുന്നത് എന്ന് കാണിക്കുന്നൊരു പടമാണ് ടുഗദർ. ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ഹൊററാണെന്ന് പറയാം. കാരണം ചില സീക്വൻസുകളൊക്കെ ഭയങ്കര നമുക്ക് ദഹിക്കാൻ പറ്റാത്ത രീതിയിലോ അങ്ങനെയൊന്നുമല്ല പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് അവർ ഷൂട്ട് ചെയ്ത്, ഇതെങ്ങനെ ഈ ചില നേരത്തൊക്കെ ഈ കൈയിൻ്റെ ഇടയിൽ കൈയൊക്കെ ഇങ്ങനെ കയറിപ്പോവും, അങ്ങനത്തെ രീതിയിലുള്ള കുറേ സാധനങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സോ മേക്കിംഗ് വൈസ് അതിന് CGI വൈസും അടിപൊളിയായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു വാച്ച് തന്നെയാണ് ടുഗദർ എന്ന് പറയാം. ബോഡി ഹൊററാണ്, ആ ഒരു കാര്യം മനസ്സിൽ വെച്ച് കണ്ടുപോക്കുക. ചിലപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, അതിനൊരു പ്രത്യേക ക്ലാസ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ബോഡി ഹൊറർ കാണാൻ. ദെൻ ബോഡി ഹൊററിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതേപോലെ തന്നെ വേറൊരു പടം കൂടി ഈ വർഷം പുറത്തിറങ്ങിയിരുന്നു, ദി അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. ഇത് സിംപിളി ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ സിൻഡർല കഥയില്ലേ, അതിനെ ട്വിസ്റ്റഡ് ആയിട്ട് ഒരു ഹൊറർ മൂവി രീതിയിൽ അപ്പിയർ ചെയ്തെങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്തെങ്ങനെ ഉണ്ടാവും. ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിൻഡർല സ്റ്റോറി, അത്രയാണ് ഇത് പറയാനുള്ളത്.
സോ നമ്മൾക്ക് അറിയാവുന്ന സെയിം പ്ലോട്ട് തന്നെയാണ്, പക്ഷേ അതിനെ വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ വേറൊരു ക്യാരക്ടറിൻ്റെ കണ്ണിലൂടെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിലാണ് ഇത് കാണിച്ചു തരിക. നല്ല ഒരു വെറൈറ്റി എക്സിക്യൂഷൻ ഉള്ളൊരു പടമായിരുന്നു ഈ പറയുന്ന അഗ്ലി സ്റ്റെപ്പ് സിസ്റ്റർ. ദെൻ ദി ലോങ് വാക്ക് എന്ന് പറഞ്ഞൊരു പടമാണ്, നമ്മുടെ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവലിനെ ആസ്പദമാക്കി ഇറക്കിയിട്ടുള്ളൊരു പടമാണ്. സ്റ്റീഫൻ കിങ്ങിൻ്റെ പടങ്ങളെല്ലാം തന്നെ അറിയാമല്ലോ, ഒരുമാതിരി ഒരു ഒരു ഭയങ്കര വിയേർഡായിട്ടുള്ള കുറേ സ്റ്റോറീസാണ് മൂപ്പർ ചെയ്യുക. ഇതിലെന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റോപ്യൻ വേൾഡ്, ആ വേൾഡിൽ കുറേ ആർമിക്കാർ എല്ലാ കൊല്ലം ഒരു സെലിബ്രേഷൻ നടത്തും. സെലിബ്രേഷൻ അല്ല, ഒരു ഇവൻ്റ് നടത്തും. ആ ഇവൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാർ ഒരു ലോങ് വാക്ക് നടത്തും, ഒരു വലിയ നടത്തം, ഒരു ഹൈവേ കൂടെ കുറേ ദൂരം ഇങ്ങനെ പോകണം, കുറേ മൈൽസ് ഓഫ് മൈൽസ് പോകണം, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് വരെ പോകണം, അവസാനമായിട്ട് ആരാണ് നിൽക്കുന്നത് അതുവരെ പോകണം. ഓരോരുത്തർ ഒരു 10-20 പേര് ഒരുമിച്ചായിരിക്കും ഇവർ പോവുക. ഇവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പും ഇവരുടെ ഇടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നമുക്ക് കാണിച്ചു തരിക. അവസാനത്തേക്കൊക്കെ എത്തുമ്പോൾ ഇവരാരെങ്കിലും ഒരാൾ തീരും നമുക്കറിയാം, പക്ഷെ ആരും പോകരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുക എന്നതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നടക്കണതിൻ്റെ ഇടയിൽ നിന്നാൽ ഒരു വാണിംഗ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നാൽ അപ്പം തന്നെ വെടിവെച്ച് കൊല്ലും. ഇത്രയുള്ള പരിപാടി. സോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇവർ ആര് സർവൈവ് ചെയ്യും, എന്താണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ സിനിമയിൽ അവസാനമായിട്ട് കാണിച്ചു തരിക. ഇത് ലോങ് വാക്കും ഒരു വെറൈറ്റി ട്രീറ്റ്മെൻറ്റുള്ള, നമ്മളധികം കേട്ട് ശീലിക്കാത്ത രീതിയിലുള്ള ഒരു പ്ലോട്ടുള്ള ഒരു പടമാണ് കണ്ടു. ദെൻ കമ്പാനിയൻ എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങിയിരുന്നു. ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ പ്ലോട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അതെന്താ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കി. ഇതിൽ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കപ്പിൾസ് അവരുടെ ഒരു ഫാമിലുള്ള അല്ലെങ്കിൽ ഒരു എസ്റ്റേറ്റിലുള്ള അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇവർക്ക് എന്ത് നടക്കുന്നു എന്നാണ് കാണിച്ചു തരിക. അപ്പോൾ ഈ പേരിൽ തന്നെയുണ്ട് കമ്പാനിയൻ. ഇതിന് ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ ചിലപ്പോൾ ഏകദേശം എന്താ പരിപാടി എന്നുള്ളത് മനസ്സിലാവും. അതറിയാതെ കണ്ടു നോക്കുക. ഞാൻ ഇനീഷ്യലി കാണുമ്പോൾ ഇതെന്താണെന്ന് അറിയാതെയാണ് കണ്ടത്. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ഏകദേശം ഇതിൻ്റെ പ്ലോട്ടും കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നതെങ്കിലും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് പോകുന്നൊരു പടമാണെന്ന് പറയാം. ജാക്ക് വുഡും നമ്മുടെ സോഫിയ ടച്ചറൊക്കെയാണ് ഇതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ ഇതിനു മുമ്പ് മിക്ക ഹൊറർ പടങ്ങളും സീരീസുകളും എല്ലാം തന്നെ യെല്ലോ ജാക്കറ്റ്സിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു. സോ അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പടം കൂടിയാണ് കമ്പാനിയൻ, കണ്ടുവെക്കുക. ദെൻ മലയാളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എനിക്ക് ഇക്കൊല്ലം കണ്ടതിൽ 2 പടങ്ങൾ മാത്രമാണ് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ DSR. സോ DSR രാഹുൽ സദാശിവൻ്റെ 3ാമത്തെ പടമായിരുന്നു. ബ്രഹ്മയോഗം ഭൂതകാലം കഴിഞ്ഞിട്ട് മൂപ്പർ ഇറക്കിയ പടം. 2ൽ നിന്നും വ്യത്യാസമായിട്ട് നിൽക്കുന്ന, വേറെ തീംസ് ചർച്ച ചെയ്യുന്ന, വേറെ ലെയേഴ്സുള്ള നല്ലൊരു പടം തന്നെയായിരുന്നു DSR. ഇത് രാത്രി 12 മണിക്കോ ഒരു 10 മണിക്കോ അങ്ങനെ എന്തോ ഉള്ള ഇതിന് പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ടൈമിൽ ഇത് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ, പക്ഷേ ഓഡിയൻസിൻ്റെ ഒരു പ്രശ്നം സിനിമ കാണുമ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ ഓഡിയൻസാണ്, നമുക്കറിയാം, വെറുതെ ഇരുന്ന് ഓളിയിട്ട് കൂവി നാറ്റിച്ചിട്ടാണ് ഈ ഒരു പടം ഒരു പരിധി വരെ അതിൻ്റെ ആസ്വാദനത്തെ അഫക്റ്റ് ആയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടി ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടേണ്ട പടമായിരുന്നു. സ്റ്റിൽ ഇനി ഇങ്ങനത്തെ പടങ്ങൾ വരുമ്പോൾ ഇതുപോലെ അലമ്പാക്കാതെയുള്ള ഓഡിയൻസിന് കിട്ടിയാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, വെറൈറ്റി അപ്രോച്ച് ആയിരുന്നു. അല്ല, സൗണ്ട് ഡിസൈനിലാണ് ഈ ഒരു പടം കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ചിലപ്പോൾ ഒരു പക്ഷേ OTTയിലൊക്കെ വെറുതെ TV-യിൽ റാൻഡായിട്ടിരുന്ന് കാണുമ്പോൾ കുറേ പേർക്ക് ഇതെന്താ ഇതിലും ഇപ്പോൾ ഒന്നും ഇല്ലല്ലോ, ഒന്നും കാണാനില്ലല്ലോ, ഒരു പേടിയാവണമല്ലോ എന്നൊക്കെ തോന്നും. പേടിപ്പിക്കലല്ല, തീംസാണ് പടത്തിൽ മെയിൻ ഉദ്ദേശം. അത് ഗംഭീരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വശ് എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു 2023. അതിൻ്റെ ലെവൽ 2 എന്ന് പറഞ്ഞൊരു പടം ഇക്കൊല്ലം പുറത്തിറങ്ങിയിരുന്നു. അതും എനിക്ക് ഈ കൊല്ലത്തെ നല്ലൊരു ഹൊറർ വാച്ച് തന്നൊരു പടം തന്നെയാണ്. 2വിനേക്കാൾ കൂടുതൽ ഫസ്റ്റാണ് കുറേ കൂടി എൻഗേജിങ്, കുറേ കൂടി നമ്മളെ പിടിച്ചിരുത്തുന്ന ത്രില്ലിംഗ് ആയിട്ടുള്ള ഒന്ന്. പക്ഷേ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സ്കെയിൽ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. വശ് എന്ന് പറഞ്ഞ പടം മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത് പേര് പറയുന്ന പോലെ തന്നെ വശീകരണമാണ്. സോ ഒരാൾ വന്ന് ഒരു വീട്ടിലെ ഒരു കുട്ടീനെ വശീകരിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവരുടെ പാരൻസ് അതിനെങ്ങനെ എതിർക്കും, എങ്ങനെ അവർ റിപ്പൽ ചെയ്യും, എങ്ങനെ അവർക്ക് ആ കുട്ടീനെ പിടിച്ചു നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ കാണിക്കുന്നൊരു പടമായിരുന്നു വശ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പടം. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഇതേപോലത്തെ വശീകരിക്കാൻ കഴിവുള്ള വേറൊരാൾ വന്ന് ഒരു സ്കൂളിലെ ഫുൾ പെൺകുട്ടികൾ, ഒരു ഗേൾസ് സ്കൂളാണ്, ആ സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് വശീകരിച്ച് എന്തായിരിക്കും അവരെ വെച്ച് ഈ വെപ്പൺസ് എന്ന് പറഞ്ഞ പടമില്ലേ, അതിൻ്റെ അതേ തീം തന്നെയാണ്, ഏകദേശം അതേപോലെ തന്നെയാണ്. സോ അവർ വെച്ച് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ പടം കൊണ്ട് നിർത്തിയിട്ടുള്ളത്. സോ സ്കെയിലിൻ്റെ കാര്യത്തിൽ വശ് ലെവൽ 2 ഭയങ്കര മാസീവാണ്. കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്, നല്ല നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹിന്ദി പടമല്ല, ഇതൊരു ഗുജറാത്തി ലാംഗ്വേജിലുള്ളൊരു പടമാണ്. അധികം പോപ്പുലർ അല്ല, എങ്കിലും കണ്ടുവെക്കുക. നല്ലൊരു ഹൊറർ വാച്ച് വന്നൊരു പടമായിരുന്നു വശിൻ്റെ ലെവൽ 2 കാണുന്നതിന് മുമ്പ് ലെവൽ 1 ഒന്ന് കണ്ടിട്ട് ലെവൽ 2 കാണുക. സോ ഈ 2 പടങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത്. ബാക്കി മുഴുവൻ നോൺ ഇന്ത്യൻ മൂവീസ് ആയിരുന്നു. ഇന്ത്യയിൽ പിന്നെ വേറെ കുറേ ഭൂതിനി, അത് ഇത് തമ്മ കുമ്മ എന്നൊക്കെ പറഞ്ഞ് കുറേ ചവർ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കാലം എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുള്ള കുറേ കൂറ ഹിന്ദി പടങ്ങളും തെലുങ്ക് പടങ്ങളൊക്കെയാണ്. ഒഡേലോട്ടവും എന്നൊക്കെ പറഞ്ഞ് തമന്നയുടെ കുറേ പടം, അതൊന്നും ഞാൻ കാണാൻ പറയുന്നില്ല. ഇതൊക്കെ കണ്ടു നോക്കാം, നല്ല വാച്ച് തന്നെയായിരിക്കും.
ദെൻ ഇതിന് കൂടെ തന്നെ 2 സീരീസുകളുണ്ട്. അതും കൂടി പറയണം. കാരണം സീരീസുകളിൽ സെപ്പറേറ്റ് ആയിട്ട് ഹൊറർ സീരീസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് സീരീസ് ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഹൊറർ എന്നുള്ള ജോണർ എടുത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ബോണസ് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലാണ് കൗഫ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ആമസോൺ പ്രൈമിലുണ്ട്. ഒരു ഇന്ത്യൻ സീരീസാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റൽ, ആ ഹോസ്റ്റലിലുള്ള ആരെയും ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി തന്നെയാണ്. ഒരു പ്രേതം തന്നെയാണ്. പുറത്തേക്ക് വിടില്ല. പുറത്തേക്ക് പോകാൻ പറ്റില്ല അവർക്ക്. എന്താണ് സംഭവം, അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്നാണ് ഈ സീരീസ് പ്രധാനമായിട്ട് കാണിച്ചു തരിക. ഹോസ്റ്റലിനെ ചുറ്റിപ്പറ്റി മാത്രമല്ല, ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെ മാത്രമായിരിക്കും കഥ നടക്കാമെന്ന്. അതല്ലാതെ പുറത്താണ് കഥ മുഴുവൻ. സോ നല്ല മിക്സ്ഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മളിപ്പോൾ ഒരു കൊറിയൻ സീരീസുകളിലൊക്കെ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരുപാട് സീക്വൻസുകളുള്ള നല്ലൊരു ഗംഭീര സീരീസ് തന്നെയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു കൗഫ് എന്ന് പറഞ്ഞ സീരീസ്. ഇതേപോലെ തന്നെ ഇറ്റിൻ്റെ വെൽക്കം ടു ഡെറി. ഇറ്റ് എന്ന് പറഞ്ഞ പടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇത് ഹോട്ട്സ്റ്റാറിലുള്ള സീരീസാണ്. അതിൻ്റെ ഒരു പ്രീക്വൽ സീരീസായിട്ട് പുറത്തിറങ്ങിയ സീരീസായിരുന്നു ഇറ്റ് വെൽക്കം ടു ഡെറി. റീസെൻ്റ്ലി ഞാനത് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ 8 എപ്പിസോഡുകളും അല്ലെങ്കിൽ ഫിനാലെ ഈ അടുത്തായിരുന്നു, കഴിഞ്ഞ ആഴ്ചയായിരുന്നു കംപ്ലീറ്റ് ആയത്. ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല ജസ്റ്റ് ഒരു റാൻഡം വെറുതെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരു സാധനത്തിനെ ബേസ് ചെയ്തൊരു സീരീസ് ഇറക്കൽ മാത്രമല്ല, ആക്ച്വലി ഇറ്റ് 1 and 2 സർപ്പാസ് ചെയ്ത് പോകുന്ന കുറേ സാധനങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പെന്നിവൈസ് എന്നൊരു ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറിയും ദെൻ കുറേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കുറേ ഐക്കോണിക് ആയിട്ടുള്ള കുറേ സീനുകളും ഫിനാലെയൊക്കെ തീയായിരുന്നു പറയാം. ഒരു പക്കാ പടം കാണുന്ന രീതിയിലായിരുന്നു ഫിനാലെ. ദെൻ ഇത് മാത്രമല്ല, ഇറ്റിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിങ് കുറേ കൂടെ എലാബറേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റിയൊരു സീരീസും കൂടിയായിരുന്നു ഈ പറയുന്ന വെൽക്കം ടു ഡെറി. ഇനി ഒരു 2nd and 3rd സീസൺ ഇറക്കാം. ഇനിയും പല പല സൈക്കിൾസ് വരും. അതിലൊക്കെ കൂടി ഈ ഒരു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ കാണിക്കാൻ പറ്റും എന്ന രീതിയിൽ കുറേ സാധനങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് വെൽക്കം ടു ഡെറിയും നല്ലൊരു വാച്ച് തന്ന ഒരു ഹൊറർ സീരീസും കൂടിയാണ്. സോ ഇത്രയും സിനിമകളും ഈ പറഞ്ഞ 2 സീരീസുകളാണ് ഈ വർഷത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതല്ലാതെ കുറേ എണ്ണം ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ടോപ്പ് പിക്സ് എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങളാണ്. ഹൊറർ ജോണർ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോക്കുക. ഇതിപ്പോൾ എല്ലാം ഡിജിറ്റലി അവൈലബിൾ ആണ്. നല്ലൊരു വാച്ച് തന്നെയായിരിക്കും ഇതെല്ലാം. കണ്ടവരുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമ ഏത്, സീരീസ് ഏതെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.